ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇപ്പോൾ ഫലസ്തീനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ആളുകൾ പറയുന്ന സങ്കടത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണിത്, ഇപ്പോൾ 75 വർഷമായിട്ട് അവരിങ്ങനെ ഈ പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ, 75 വർഷമായി അവരിങ്ങനെ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ഇതിനൊരു മാറ്റം വരാത്തത് എന്ന മട്ടിൽ ആളുകൾ പ്രയാസത്തോടു കൂടി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ തന്നെ ഒരു മറുവശം നമ്മൾ എടുത്തു നോക്കുക. 75 വർഷമായി ഫലസ്തീനുകൾ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുപുറം എന്താണ്? 75 വർഷമായി ഒരു കൊളോണിയൽ പ്രൊജക്റ്റ് ഇതുവരെയും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുകയാണ്. ആ കൊളോണിയൽ പ്രൊജക്റ്റ് എന്താണ്? ലോകത്തെ മുൻനിര രാഷ്ട്രങ്ങൾ, ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന സർവ്വരാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മൾ കാണേണ്ട കാര്യം ഇപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ മുൻനിര ശക്തികളെല്ലാം പ്രൊജക്റ്റ് ഇസ്രായേലിൻ്റെ കൂടെയാണ്. മുമ്പ് സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് നമ്മൾ കാണണം, അമേരിക്കയുടെ എല്ലാ പ്രൊജക്റ്റിനും എതിർവശത്തായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സോവിയറ്റ് യൂണിയനും ആ പ്രൊജക്റ്റിൻ്റെ കൂടെയായിരുന്നു. ഇസ്രായേൽ രൂപീകരണ കാലത്ത് ഏറ്റവും അധികം ജൂതർ അങ്ങോട്ട് കുടിയേറി ചെല്ലുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ന് ഇസ്രായേലി മിനിസ്ട്രിയിലുള്ള മന്ത്രിസഭയിലുള്ള 1/2 ഡസനോളം ആളുകൾ പഴയ സോവിയറ്റ് നാടുകളിൽ നിന്ന് അവിടെ കുടിയേറി വന്നവരുടെ പിന്മുറക്കാരാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ വൻനിര ശക്തികളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റ് 75 വർഷമായിട്ടും അവർക്കത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കൂടെ ഉദാഹരണമാണ് ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ 75 വർഷത്തെ യാതനകളുടെ ചരിത്രം മാത്രമല്ല, 75 വർഷത്തെ ഇസ്രായേലിൻ്റെ പരാജയത്തിൻ്റെ ചരിത്രം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ നിലക്കുള്ള സെറ്റ്ലർ കൊളോണിയൽ പ്രൊജക്റ്റുകൾ ലോകത്ത് മറ്റിടങ്ങളിൽ നടപ്പിലാക്കപ്പെട്ട ശ്രദ്ധിക്കുക. ഇപ്പോൾ അമേരിക്ക എന്ന് നമ്മൾ എടുക്കുക. അമേരിക്കയെക്കുറിച്ച് നമ്മൾ സ്കൂളിലൊക്കെ എന്താ പഠിക്കുന്നത്? കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, അമേരിക്ക വാസ് ഡിസ്കവേർഡ് ബൈ കൊളംബസ് എന്ന് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ദശലക്ഷക്കണക്കിന് വരുന്ന റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ അവരെ കൂട്ടക്കൊല ചെയ്ത്, അവരെ എൻസ്ലൈവ് ചെയ്ത്, അവരെ നാട് കടത്തി, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു സെറ്റ്ലർ കൊളോണിയൽ പ്രൊജക്റ്റാണ് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷെ അതങ്ങനെ ആയിരുന്നു എന്ന് നമ്മുടെ വിദൂര ബോധത്തിൽ പോലും ഇല്ല. നമ്മൾ പോലും പഠിക്കുന്നത് എന്താണ്? കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്നാണ്, കൊളംബസ് ഇൻവേഡഡ് അമേരിക്ക എന്നല്ല. അപ്പോൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ജനവിഭാഗം, അവരുടെ ചരിത്രം, അവരുടെ നാഗരികത, അവരുടെ ഭാഷ, അവരുടെ സംഗീതം, അവരുടെ നൃത്തം, അവരുടെ സംസ്കാരം, ഇവയെക്കുറിച്ച് ഒരു വിദൂരമായ ഓർമ്മയിൽ പോലും അതില്ലാത്ത വിധം തുടച്ചു നീക്കി ഉണ്ടാക്കപ്പെട്ട ഒരു സംവിധാനമാണ് അമേരിക്ക. അതാണ് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. 1950 ടിബറ്റ് ചൈന അധിനിവേശം ചെയ്യുന്നത്. നോക്കൂ, ഇന്ന് ടിബറ്റിൻ്റെ ദലൈലാമ ഇന്ത്യയിൽ അവിടെയും ഇവിടെയൊക്കെ സമാധാന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു എന്നല്ലാതെ തിബത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുണ്ട്. തിബത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തമായ മതവും സ്വന്തമായ സംസ്കാരവും സ്വന്തമായ നാഗരികതയുമുള്ളൊരു ജനവിഭാഗമായിരുന്നു. തിബത്ത് എന്ന വാക്കുച്ചരിക്കാൻ സാധിക്കാതെ, തിബത്തിന് വേണ്ടി ഒരു സായാഹ്ന ധർണ പോലും നടത്താൻ പറ്റാത്ത 50 വർഷമാണ് കഴിഞ്ഞ, അല്ലെങ്കിൽ 70 വർഷമാണ് കഴിഞ്ഞ പോലെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫലസ്തീനെ കാണേണ്ടത്. 75 വർഷമായിട്ട് ലോകത്തെ സർവ സാമ്രാജ്യത്വ ശക്തികളും ഒത്തുചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപദ്ധതിയെ ഇനിയും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിധം തടഞ്ഞു നിർത്തിയ ഒരു ജനത എന്നുള്ളതാണ് ഫലസ്തീനികളുടെ പ്രത്യേകത. അപ്പോൾ ആ പ്രൊജക്റ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സംഗതി അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് പോവുകയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ട വർഷമായിരുന്നു കഴിഞ്ഞ 1-2 വർഷം. ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഡീൽ ഓഫ് ദ സെഞ്ചുറി വരുന്നു. നെതന്യാഹു സെപ്റ്റംബറിലാണ് UN പോയി പ്രസംഗിക്കുന്നത്, ഇതെല്ലാം പുതിയ മിഡിൽ ഈസ്റ്റ് പറക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭൗതികാസ്തിത്വം, ഒരു മെറ്റീരിയൽ ബീങ്, ഒരു കൺസെപ്ച്വൽ ബീങ്, ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പത്തെയും ഇസ്രായേൽ എന്ന് പറയുന്ന അസ്തിത്വത്തെയും അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് സംഭവിക്കുന്നത്. അതാണ് ഒക്ടോബർ 7 പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒക്ടോബർ 7-ഉം അതിനുശേഷമുണ്ടായ സംഭവങ്ങളും ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ കേരളത്തിൽ നമ്മളെ ഇത് ഇത്ര ഗൗരവത്തിൽ ചെയ്യുന്നുള്ളൂ എന്നത് ഒരു വസ്തുതയായിരിക്കും തന്നെ നിഷ ശ്രദ്ധിക്കണം. ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം കഴിഞ്ഞ 100 ദിവസമായിട്ട് അവരുടെ പ്രധാന വാർത്ത ഇതാണ്. നമ്മൾ ഏത് രാജ്യത്ത്, അമേരിക്കയിലാവട്ടെ, ബ്രിട്ടനിലാവട്ടെ, ഫ്രാൻസിലാവട്ടെ, ലോകത്തിലുള്ള മുൻനിര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ
ഈ 100 ദിവസം ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊരു ചരിത്രപരമായിട്ടുള്ള പ്രസക്തിയാണ്. 23,000 മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കണം, സിറിയയിൽ 5,80,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യമനിൽ 2 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പോലും ഇല്ലാത്ത ഇത്രയും അധികം ആളുകൾ കൊല്ലപ്പെട്ട സിറിയ തൊട്ടടുത്ത് കിടക്കുമ്പോഴും എന്തുകൊണ്ട് ഗസ, ഫലസ്തീൻ ഒരു ഇൻ്റർനാഷണൽ ഹെഡ്ലൈനായി 100 ദിവസം നിലനിൽക്കുന്നു ചോദിച്ചാൽ ചരിത്രത്തിലും നാഗരികതയിലും മനുഷ്യൻ്റെ ഭാവിയിലും അതേൽപ്പിച്ചിട്ടുള്ള അതിൻ്റെ പ്രഹരശേഷി, അതിൻ്റെ ആഘാതശേഷി അത്രയും ഗുരുതരവും ഗൗരവപ്പെട്ടതാണ് എന്നുള്ളതാണ്.